കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറിയ IT ജീവനക്കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി റിമാൻഡിൽ. മധുര സ്വദേശി ബെഞ്ചമിനാണ് അറസ്റ്റിലായത്. പ്രതിയെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി ആറ്റിങ്ങൽ കോടതിയിലാണ് ഹാജരാക്കിയത്. പ്രതിക്കെതിരെ മുൻപും നിരവധി ലൈംഗിക അതിക്രമ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, കേരളത്തിലെ സുരക്ഷയെ ഓർത്ത് മൂക്കിൽ വിരൽ വെക്കേണ്ട ഒരു അവസ്ഥയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രതിയെ എവിടെ നിന്നാണ് പിടികൂടിയത്? പ്രതിക്കെതിരെ എന്തൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്? അശ്വതി, പ്രതിയെ കഴിഞ്ഞ ദിവസമാണ് മധുരയിൽ നിന്നും പിടികൂടിയത്. അതിനുശേഷം തിരുവനന്തപുരത്ത് എത്തിച്ചിരുന്നു. അത് എത്തിക്കുകയും പ്രതിയെ ചോദ്യം ചെയ്തതിലൂടെ കുറ്റം തെളിയുന്നൊരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ആറ്റിങ്ങൽ കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. തുടർന്ന് നാളെ കസ്റ്റഡി അപേക്ഷ നൽകും പോലീസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തുടർ ചോദ്യം ചെയ്യലുണ്ട്, അതോടൊപ്പം തന്നെ തെളിവെടുപ്പടക്കം നടത്തേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഈ കേസിൻ്റെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ പ്രതിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയേണ്ട സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. പ്രതിക്ക് നേരത്തെയും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ കുറ്റവാസം, അതായത് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം നടത്തുന്ന തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് പോലീസിന്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ IT ഉദ്യോഗസ്ഥയെ ലൈംഗിക അതിക്രമം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കേസിലും തെളിവെടുപ്പടക്കം നടത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നാളെ കസ്റ്റഡിക്ക് അപേക്ഷ നൽകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 ദിവസത്തേക്കാണ് ആ കസ്റ്റഡി അപേക്ഷ നൽകുക എന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ച സംഭവമാണ് തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്ത് നടന്നത്. നമുക്കറിയാം, സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്ത്രീ സുരക്ഷ ഏറ്റവും കൂടുതൽ ശക്തമാക്കിയ സംസ്ഥാനമാണ് ഈ കേരളം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത്. മാത്രമല്ല, പലപ്പോഴും പല ഘട്ടങ്ങളിലടക്കം ഈ സ്ത്രീ സുരക്ഷയുടെ പേരിൽ രാത്രികാല നടത്തങ്ങളടക്കം നടത്തുന്ന, അതോടൊപ്പം തന്നെ സെമിനാറുകളടക്കം നടത്തുന്നൊരു സംസ്ഥാനം കൂടിയാണ് CPM ഭരിക്കുന്ന ഈ കേരളം. അങ്ങനെയുള്ള സംസ്ഥാനത്താണ് ഇത്തരത്തിൽ നിരന്തരം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഉയർന്നു വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സമാനമായ സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഈ കഴക്കൂട്ടത്തും ഉണ്ടാകുന്നത്. വീടിനുള്ളിലേക്ക് കയറിയിട്ടായിരുന്നു, അതിക്രമിച്ച് കയറിയായിരുന്നു ഇത്തരത്തിൽ പ്രതി ബെഞ്ചമിൻ അതിക്രമം കാണിച്ചത്. അത് ബലാത്സംഗം നടത്തുന്നതിനുള്ള അത്തരത്തിലുള്ള അതിക്രമം നടത്തുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇതേ തുടർന്നാണ് പോലീസ് അന്വേഷണം നടത്തുകയും പ്രതി തമിഴ്നാട് സ്വദേശിയാണ്, മദ്രാസ് സ്വദേശിയാണെന്ന് തിരിച്ചറിയുന്നത്. തുടർന്ന് മധുരയിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കിയത്. ആറ്റിങ്ങൽ കോടതിയിലാണ് പ്രതിയെ ഹാജരാക്കിയത്. നാളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോലീസ് കടക്കും. അശ്വതി.